അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽ ഖില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ ദിവസത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയാറുണ്ട്. ദിവസത്തിൽ എല്ലാ ദിവസവും ഒരുപോലെയാണോ, അതിൻ്റെ മഹത്വം ഒരുപോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ അല്ല. ദിവസത്തിൻ്റെ മാറ്റങ്ങളുണ്ട്, ഓരോ ദിവസത്തിന് ഓരോ പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ നാം മനസ്സിലാക്കുന്നത്, എല്ലാ ഒടുവിലെ ബുധനാഴ്ചയെ സംബന്ധിച്ച് അത് ദിവസമുണ്ടോ? എല്ലാ കലണ്ടറും എഴുതിയിട്ട് കാണുന്നുണ്ട്. എല്ലാ വീടിലുള്ള കലണ്ടറിലൊക്കെ തൂക്കുന്നതിൽ കാണാം, എല്ലാ ഒടുവിലെ ബുധനാഴ്ചയും നേസാണെന്ന് കാണുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ് അങ്ങനെ എഴുതി വെക്കുന്നത് എന്ന് നമുക്കറിയണം. ചില ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് ബുധനാഴ്ച മാത്രം നേസ്, മറ്റേതില്ല, അന്ന് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന് വലിയ നിയമങ്ങളുണ്ടോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഹദീസ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബുധനാഴ്ചത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കണം, എല്ലാ ദിവസവും ഒരുപോലെ അല്ല എന്നുള്ളത്. ബുധനാഴ്ചൻ്റെ മഹത്വം ശനിയാഴ്ചക്കില്ലല്ലോ. ശനിയാഴ്ചയിലുണ്ടാകുന്ന മഹത്വം ഞായറാഴ്ച കിട്ടൂല, ഞായറാഴ്ച തിങ്കളാഴ്ചക്കില്ലല്ലോ. അപ്പോൾ ഓരോ ദിവസത്തിന് ഓരോ മഹത്വങ്ങളുണ്ട്, അത് നമുക്കറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഓരോ ദിവസം ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടുമെന്ന് നമുക്കറിയുന്നുണ്ട്. എന്നാൽ ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ച, എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച, മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച സംബന്ധിച്ച് നാം ഇവിടെ പറഞ്ഞതിൽ കാണാം. ഒരുപാട് പറയുന്നുണ്ട്, അവസാനത്തെ ബുധനാഴ്ച ആണോ അതിന് മുമ്പാണോ എന്നൊക്കെ പറയുന്ന ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും ബുധനാഴ്ചൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് ബുധനാഴ്ച, അവസാനത്തെ ബുധനാഴ്ച, ഒടുവിലെ ബുധനാഴ്ച നേസ്താണെന്ന് പറയാൻ കാരണം, ഹദീസുകൾ കാണുന്നുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നേരത്തെ തഫ്സീറിലെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എന്താണ്, അഖ്റജ ഇബ്നു മർദിയത്തി അൻ അനസ് ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ അയ്യാമി വസുഇല അൻ യൗമിൽ അർബിയ ഖാല യൗമുൻ നാസ് ഖാലു യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖ്റഖ ഫീല്ലാഹു ഫിർഔന വഖൗമുഹു വഹലക ആദം വസമൂദ് എന്ന് കാണാം. ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്ത ഹദീസാണ്. ദിവസങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഓരോ ദിവസത്തെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം എന്നിങ്ങനെ ഓരോ ദിവസത്തിൻ്റെ മഹത്വത്തെ പറ്റിയും നേസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിയോട് ചോദിച്ചു. ആ സമയത്ത് അനിൽ അയ്യാമി, ദിവസങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളോട് സുഇല അൻ യൗമിൽ അർബിയ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, സുഇല അൻ യൗമിൽ അർബിയ, ബുധനാഴ്ചൻ്റെ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തെ ദിവസങ്ങളെപ്പറ്റി നബിയോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്താണ് അവർ ചോദിക്കുന്നത്, ബുധനാഴ്ച ദിവസത്തെ സംബന്ധിച്ച് അവർ ചോദിച്ചു. അതാണ് സുഇല അൻ യൗമിൽ അർബിയ, ചോദിക്കലോട് കൂടെ ബുധനാഴ്ചയെ പറ്റി എന്ത് പറഞ്ഞു നബിയേ? കാല റസൂലുള്ളാഹി പറഞ്ഞു, യൗമുൻ നാസ്, ആ ദിവസം നാസുണ്ട്, അത് നാസാണ്, നല്ലതല്ല. കാലു, അപ്പോൾ അവർ ചോദിച്ചു, അതെന്താ ബുധനാഴ്ചക്ക് മാത്രം അങ്ങനെ? എല്ലാ ദിവസവും സംബന്ധിച്ച് റസൂലുള്ളാഹി ചോദിച്ചതിന് ശേഷം പറയുന്നു, സുഇല അൻ യൗമിൽ അർബിയ, ബുധനാഴ്ചത്തെ പറ്റി എന്താണ് നബിയെ പറയാനുള്ളത്? കാല യൗമുൻ നാസ്, റസൂലുള്ളാഹി പറഞ്ഞു നാസാണ് ആ ദിവസം. കാലു, അപ്പോൾ അവർ ചോദിക്കുന്നവർ ചോദിച്ചു, വകൈഫ ദാക യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് ബുധനാഴ്ച അങ്ങനെ നിങ്ങൾക്ക് നല്ല ദിവസമല്ല എന്ന് പറയാൻ കാരണം? കാല റസൂലുള്ളാഹി പറഞ്ഞു, അഖറഖ ഫീല്ലാഹു ഫിർഔന, ഫിർഔനെ മുക്കിക്കൊന്ന ദിവസമാണ്. ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല ഫിർഔനെയും അവർ ജനതയെയും എല്ലാം ഖൗമുഹു, ഫിർഔന്റെ ജനതയൊക്കെ മുക്കിക്കൊന്ന ദിവസമാണ്. വഹലക ആദം വ സമൂദ, അതുപോലെ തന്നെ ആദ് സമൂദ ഗോത്രക്കാരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട് ആ ദിവസം എന്ന് അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത്, ആ ദിവസത്തിൽ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് മാസത്തിൻ്റെ അവസാനത്തിലാണോ ബുധൻ, അല്ല ഏതായിരുന്നാലും നാം അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം.
ഫോണിൽ ചെറിയ തകരാറുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അത് അവിടെ തന്നെ സ്റ്റക്കാകുന്നുണ്ട്. 2-3 ദിവസം തകരാറുള്ളത്. നിങ്ങളൊക്കെ ദ്വാരക്കുക. സാധുവായനക്ക് അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും തരാനും നല്ലതൊക്കെ പഠിപ്പിക്കാനും പറയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് മാറാവട്ടെ. അതായത് ബുധനാഴ്ച ലാസ് ഉണ്ട് എന്ന് ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ഞാനൊരു സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരും, അത് പഠിക്കാനുള്ള മനസ്സ് വരും. അപ്പോൾ നിങ്ങൾ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് പഠിക്കുമല്ലോ. അതിനാണ് ഈ സമയത്ത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം. ബുധനാഴ്ച ലാസ് ഉണ്ട് എന്നാണ് ഒടുവിലെ ബുധനാഴ്ചൻ്റെ നിയമം അങ്ങനെയാണ് എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എൻ്റെ ഫോണിന് ചെറിയ തകരാറുള്ളത് കൊണ്ടുള്ള പ്രയാസമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസത്തിലും ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ വന്നിട്ടില്ല, മിഞ്ഞാന്ന് വന്നു, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എല്ലാ ദിവസവും വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ സഹകരിക്കണം, നിങ്ങൾ നോക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, അത് വേണ്ടതൊക്കെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.